ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മോർച്ചറിക്ക് മുൻപിലെ ഗേറ്റിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളാണ്. അവരെല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഈ ചേതനേറ്റ ശരീരം പുറത്തേക്ക് ഇറക്കുന്നതും കാത്ത് നിൽക്കുന്നതാണ്. സങ്കടം അടക്കി പിടിക്കാതെ കഴിയാതെ മണിക്കൂറുകളായി ഈ കരഞ്ഞു തളർന്ന ആളുകളടക്കമുണ്ട്. ഇപ്പോൾ ഈ അകത്തേക്ക് കുറച്ച് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരം പുലർന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മേഖലയിലേക്ക് അടക്കം പോലീസ് ഇപ്പോൾ ഈ അടുത്ത ബന്ധുക്കളെ മാത്രമാണ് ഈ പ്രവേശിപ്പിക്കുന്നത്. മറ്റുള്ളവരെ ഒക്കെ അവിടെ നിന്ന് ഒഴിവാക്കി തുടങ്ങി. അത്രമാത്രം ഒരു തിരക്ക് ഈ ആശുപത്രി പരിസരത്താകെ രൂപപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിൽ ഇവരെ എല്ലാവരെയും തടഞ്ഞിരിക്കുകയാണ്. അതാ ഇപ്പോൾ ആ ദൃശ്യത്തിൽ കാണുന്ന കുട്ടിയും അമ്മയും ഒക്കെ ആ കുട്ടിയുടെ അച്ഛനാണ് മരിച്ചത്. അപ്പോൾ അവരിങ്ങനെ ഈ ഗേറ്റിന് പുറത്ത് ഈ മൃതദേഹം കൊണ്ടുവരുന്നതും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പലരും സങ്കടപ്പെട്ട് കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൽ സുഹൈൽ ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമെന്നുള്ളത് 29 പേരുടെ മൃതദേഹം എത്തിക്കുന്ന സമയത്ത് 29 പേരെ എത്തിക്കുന്ന സമയത്ത് അവർക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആശുപത്രി അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അവിടെ വച്ച് തന്നെ 29 പേർക്കും ജീവൻ നഷ്ടമായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പരിക്കേറ്റ് കഴിയുന്ന ആളുകളുണ്ട്. അതിൽ ഇപ്പോൾ ഈ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ കഴിയുന്നതിൽ ഒരാളുടെ നില മാത്രമാണ് ആശങ്കപ്പെടേണ്ടതുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മറ്റിടങ്ങളിലെ കണക്കുകൂടി പരിശോധിക്കുകയാണെങ്കിൽ 40-ലധികം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.